കുഴൽനാടന്റെ മുടിക്കുമുണ്ട് ആരാധകർ. പരീക്ഷാ ക്രമക്കേട് മുതൽ ഭൂമി തട്ടിപ്പ് കേസിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് MLA പുകഴ്ത്തി ഒരു ഓൺലൈൻ ചാനൽ കുറച്ചുനാൾ മുമ്പ് നൽകിയ വാർത്തയുടെ തലക്കെട്ടാണിത്. സോഷ്യൽ മീഡിയയും വലതുപക്ഷ മാധ്യമങ്ങളും വഴിയുള്ള സകല PR വർക്ക് നടത്തി കപട പ്രതിച്ഛായ നിർമ്മിക്കുന്ന കോൺഗ്രസ് നേതാവാണ് മാത്യു കുഴൽനാടൻ. ഇമേജ് ബിൽഡിങ്ങിന് മാധ്യമങ്ങളെയും PR സംഘങ്ങളെയും ഇറക്കിയുള്ള കളിയായിരുന്നു കുഴൽനാടൻ നടത്തി വന്നിരുന്നത്. കുഴൽനാടനെതിരെ വരുന്ന സംഭവങ്ങൾ മൂടിവെക്കാനും CPIMലെ നേതാക്കളെപ്പറ്റി പറയുന്നവ മാത്രം പ്രധാന വാർത്തകളാക്കാനും മാധ്യമങ്ങളും മത്സരിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പരീക്ഷാ ക്രമക്കേട് നടത്തിയതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡീബാർ ചെയ്യപ്പെട്ടിരുന്നുവെന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. 1992-94 ബാച്ചിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കോതമംഗലം MA കോളേജിൽ പഠിക്കുന്ന കാലയളവിലാണ് മാത്യു കുഴൽനാടൻ പരീക്ഷാ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ടത്. 1994 ഏപ്രിൽ മാസം 2ാം വർഷ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിൽ 35761 രജിസ്റ്റർ നമ്പറിൽ പരീക്ഷ എഴുതിയ മാത്യു കുഴൽനാടനെ 1995 ഏപ്രിൽ മുമ്പുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഡീബാർ ചെയ്തിരുന്നത്. മൂവാറ്റുപുഴയിൽ 16 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാൻ മുഹമ്മദിനു വേണ്ടി ഇടപെട്ട ചരിത്രവുമുണ്ട് കുഴൽനാടന്. കേസ് നേരിട്ടായിരുന്നു ഏറ്റെടുത്തത്. നിയമം പഠിച്ചയാളാണ്, വക്കീലാണ് എന്ന് വീമ്പ് പറയുന്ന കുഴൽനാടന് കോടതികളിൽ നിന്നുമുള്ള തോൽവിയും പുതുമയുള്ള കാര്യമല്ല. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ KSUവിനായി കുഴൽനാടൻ ഏറ്റെടുത്ത കേരളവർമ്മ കേസ് 8 നിലയിലാണ് പൊട്ടിയത്. തോറ്റ KSU സ്ഥാനാർത്ഥിയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു ചെന്ന കുഴൽനാടന് റീകൗണ്ടിങ്ങിലും തിരിച്ചടി നേരിട്ടു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് തൃശൂർ കേരളവർമ്മ കോളേജിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വോട്ട് വീണ്ടും എണ്ണിയപ്പോൾ SFIക്ക് തന്നെയായിരുന്നു വിജയം. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന് കണ്ടെത്തിയതാണ് മറ്റൊന്ന്. കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ച് റവന്യൂ വിഭാഗം രംഗത്തെത്തിയിരുന്നു. അനേകം തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലത്തേത് മാത്രമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അപവാദ പ്രചരണത്തിന് കുഴൽനാടന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് കിട്ടിയത്. UDF അനുകൂല മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടാനുള്ള കുഴൽനാടന്റെ ശ്രമത്തിനു കൂടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതി വിധിയോടെ അന്ത്യമായിരിക്കുന്നത്. ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് കുഴൽനാടന് സാധിച്ചില്ല. തെളിവുകളില്ലാതെ എന്തിനാണ് ഹർജിയുമായി കോടതിയിൽ എത്തിയതെന്ന് വരെ കുഴൽനാടനോട് കോടതി ചോദിച്ചു. CMRLന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു.